ചങ്ങായിമാരെ അവസാനം അവനും എത്തിട്ടാ. നമ്മൾ ആർ പി ഹുസൈനെ രക്ഷിക്കാൻ വേണ്ടി അവസാനം അവനും എത്തി. അവനാരാന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? നമ്മൾ ആർ പി ഹുസൈനേക്കാളും മന്ദബുദ്ധിയായ ആർ പി ഹുസൈന്റെ ഗുരുവില്ലേ രവിചന്ദ്ര സി അവസാനം നമ്മൾ ആർ പി ഹുസൈൻ രക്ഷിക്കാൻ എത്തി. ശിഷ്യനായ ആർ പി ഹുസൈൻ ലണ്ടനിൽ പോയിട്ട് കണ്ടം വഴിയോടെ വാർത്ത കേട്ടിട്ട് 2 ദിവസമായി നമ്മൾ രവിചന്ദ്രൻ ഉണ്ടല്ല പുറത്തിറങ്ങിയിട്ട്. അങ്ങനെ 2 ദിവസമായി മുക്കി നടന്ന നമ്മൾ രവിചന്ദ്ര സി ഉണ്ടല്ല ഇനി വീട് ചെയ്തില്ലെങ്കിൽ പട്ടിണി കിടന്ന് ചാകേണ്ടി വരുന്ന അറിഞ്ഞുകൊണ്ട് സംഘികളെ പറ്റിക്കാൻ വേണ്ടി ഇന്നില്ല ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതും തന്റെ ശിഷ്യനായ ആർ പി ഹുസൈനെ രക്ഷിക്കാൻ വേണ്ടി യജ്ജാതി എമ്മാതിരി ന്യായീകരണ ഈ ചങ്ങായി വിടുന്നതെന്ന് അറിയാം. രവിചന്ദ്രനും പറയുന്നത് എന്റെ ശിഷ്യനായ ആർ പിക്ക് ഉണ്ടല്ല ആർ പിക്ക് വീണതല്ല സാഷ്ടാംഗം പ്രണമിച്ചതാണ് ഈ ചങ്ങായിയും പറയുന്നത്. എന്തായാലും നമുക്ക് മണ്ടനേക്കാൾ തിരുമണ്ടനായ രവിചന്ദ്രൻ ഉണ്ടല്ല ആർ പിക്കിനെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ മണ്ടത്തരങ്ങളൊന്നും കേട്ടിട്ട് വന്നാലോ. ലണ്ടൻ കോയക്കളിൽ ആരിഫ് ഹുസൈനെ കോയമാർ പഞ്ഞിക്കിട്ടു എന്ന് പറയുന്നത് സാറിന്റെ നിരീക്ഷണം. ഞാനത് ഫേസ്ബുക്കിൽ കണ്ടു. നമ്മളെ രവിയാണല്ലോ ആ വീഡിയോ ഫേസ്ബുക്കിൽ കണ്ടിനു പോലും. എന്നാലും അണ്ണന്റെ ശിഷ്യനായ ആർപ്പിക്കന ഇങ്ങനെ കണ്ടം വഴി ഓടിക്കാൻ പാടില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാമോ നമ്മുടെ ആരിഫ് പഹവല്, നമ്മളെ രവിചന്ദ്രാട്ടന്റെ ശിഷ്യനല്ലേ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? എന്തായാലും നമുക്ക് രവിചന്ദ്രന്റെ ശിഷ്യനെ വേണ്ടിയില്ല അടുത്ത കരച്ചിലും കൂടി കേൾക്കാം. പിന്നെ ഇസ്ലാമിക മതസാഹിത്യത്തിൽ ഉള്ള എന്നാൽ ഇസ്ലാമിസ്റ്റ് രാജ്യങ്ങളിലും അനുബന്ധ സദസ്സുകളിലും ഒക്കെ യാതൊരുവിധ എതിർപ്പോടും കൂടി ഇല്ലാതെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ആരിഫ് ഹുസൈൻ പറഞ്ഞത്. അത് ഖുറാനിലുണ്ട് എന്ന് പറഞ്ഞതാണ്. ഖുറാനിലല്ല ഉള്ളത്, മദ്ഹബുകളിലാണ്. ഡസന്റ് മേക്ക് എനി ഡിഫറൻസ്. അപ്പൊ ആ സോഴ്സ് പറഞ്ഞത് തെറ്റിപ്പോയി. രവിചന്ദ്ര നിന്റെ ശിഷ്യനുണ്ടല്ല സോഴ്സ് പറഞ്ഞതല്ല തെറ്റിപ്പോയത്, പറഞ്ഞ സ്ഥലമുണ്ടല്ല പച്ചക്കള്ളം പറഞ്ഞ സ്ഥലം അങ്ങ് തെറ്റിപ്പോയി. സാധാരണ അവന്റെ കോളിംഗ് പരിപാടിയിൽ സംഘികളെ പറ്റിക്കും പോലെയാണ് എല്ലാ സ്ഥലത്തും പോയതെന്ന് നിന്റെ ശിഷ്യനങ്ങ് തെറ്റിദ്ധരിച്ച്. അങ്ങനെ തെറ്റിദ്ധരിച്ചതാണ് നിന്റെ മരമണ്ടനായ ശിഷ്യനില്ലേ ആർ പി ഹുസൈനെ പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. പിന്നെ നിന്റെ ശിഷ്യനെ പോലെ തന്നെ നീ ഉണ്ട് പച്ചക്കള്ളം പറഞ്ഞത്. ആരിഫ് ഹുസൈൻ പറഞ്ഞ സംഭവം ഇസ്ലാമിക രാജ്യങ്ങളിൽ നടക്കാറുണ്ടെന്ന്. അങ്ങനെ നടക്കുന്ന ഒരു ഇസ്ലാമിക രാജ്യം പറഞ്ഞു തരുമോ രവിചന്ദ്ര? നീ ഒരൊറ്റ രാജ്യം പറഞ്ഞാ നീ. പിന്നെ തന്തയില്ലായ്മ പറയുന്നത് നിന്റെ ആരിഫ് ഹുസൈന്റെ സ്ഥിരം പരിപാടി ആയതുകൊണ്ട് നിങ്ങൾക്കിട്ടില്ല ഇമാതിരി തന്തയില്ലായ്മ വിളിച്ചറിയാൻ പറ്റി ഒരു എളുപ്പില്ല നമുക്കറിയാം. എന്തിന് ചെങ്കിസ് ഖാന്റെ ഗാൻ കണ്ടിട്ട് ചെങ്കിസ് ഖാൻ ഉണ്ടല്ല മുസ്ലിം ആണെന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞ പരാ നാറിയല്ലേ നീ? അങ്ങനെയുള്ള മരം മണ്ടനായ നിന്റെ അടുത്ത് നമ്മളുണ്ടല്ല വേറെ എന്ത് പ്രതീക്ഷിക്കാൻ വേണ്ടിട്ട്? ഇനി ഇവന് അടുത്തതായിട്ടുണ്ടല്ല ആരിഫിനെ വെളുപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടല്ല നിങ്ങളുണ്ടല്ല ഞെട്ടി ധരിച്ചു പോവും. നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അത് മാത്രമല്ല, അത് ഈ ആ സ്ക്വയറിൽ നടക്കുന്ന ചർച്ചകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ത്രെട്ടനിങ് ആയിട്ട് അഗ്രസീവ് ആയിട്ടാണ് ഈ ഇസ്ലാമിസ്റ്റുകൾ വരുന്നത്. ശബ്ദയുയർത്തുക. അവിടെ വെച്ച് പല ക്രിസ്ത്യൻ അതേപോലെയുള്ളവർക്കൊക്കെ അവരെ ആക്രമിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ കിടപ്പുണ്ട്. പിന്നെ ഒരാൾ സംസാരിക്കുന്നു, ചുറ്റും കൂടി നിന്ന് ആളുകൾ വലിയ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഒച്ച ഉണ്ടാക്കിയിട്ട് സംസാരിക്കുന്നു. വാട്ട് ഈസ് ദിസ്? അതിനകത്ത് എന്താണ് ഡിബേറ്റ്? എന്നിട്ട് അവൻ ചോദിക്കും, നിങ്ങൾ BJP കാരനാണോ? നിങ്ങൾ ബേബി കില്ലറിനെ അനുകൂലിക്കുന്നതാണോ? ഇങ്ങനെയൊക്കെയുള്ള കുറെ ചോദ്യങ്ങൾ ചോദിക്കും. ഇതിനെയാണോ ഡിബേറ്റ്, സംവാദം എന്ന് പറയുന്നത്? ഒന്നുമല്ല. ഇത് വെറും ഈ മതവെറിയിൽ അടിസ്ഥാനപ്പെട്ടിട്ടുള്ള അഗ്രഷനാണ്. നിങ്ങൾ കേട്ടല്ലോ നമ്മളെ രവിചന്ദ്രൻ പറഞ്ഞത്. ലണ്ടനിൽ നടന്ന സംഭവമില്ല, അത് ഡിബേറ്റ് അല്ല പോലും. ഡിബേറ്റ് ഉണ്ടല്ല നമ്മളെ രവിചന്ദ്രനും ആരിഫൊക്കെ നടന്നില്ലേ, അതാണ് പോലും ഡിബേറ്റ്. അതായത് നമ്മൾ രവിചന്ദ്രനും ആർപ്പിക്കൊക്കെ ഉണ്ടല്ല ഇവരെ പരിപാടി കണ്ടില്ല ചോദ്യം ചോദിക്കാൻ വേണ്ടി ആദ്യം ഇവർ തന്നെ കുറച്ചാളെ ആക്കി വെക്കും. എന്നിട്ട് ഇവരാക്കി വെച്ച ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ല ഇവരുണ്ടല്ല മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് കുറെ ഉത്തരം പറയൂ. അങ്ങനെ പറഞ്ഞാൽ മാത്രം ഇവരെ സംഖ്യക്കിട്ടില്ല, സംഖ്യക്ക് സൂയിക്കൂ. അങ്ങനെ സംഖ്യകളെ പറ്റിക്കുന്ന പരിപാടിക്കാണ് ഡിബേറ്റ് എന്ന് പറയുന്നതാണ് ഇവര് പറയുന്നത്. എന്റെ ഭൂലോക മരം മണ്ണായ രവിചന്ദ്ര, ലോകത്തെ ഏറ്റവും വലിയ ഡിബേറ്റ് ഉണ്ടല്ല മതപരമായ ഡിബേറ്റ് നടക്കുന്നത് ലണ്ടൻ സ്ക്വയറിലാണ്. അവിടെയുണ്ടല്ല നീയൊക്കെ നടന്ന് ഉടായ്പുണ്ടല്ല, ഒറ്റ ഉടായ്പ് അവിടെ നടക്കൂല. അവിടെ ഉണ്ടല്ല നേരെ നിന്നിട്ടാണ് ഡിബേറ്റ്. നീയൊക്കെ നിന്റെ ചാനലൊക്കെ കാണിക്കുന്നുണ്ടല്ല ഉടായ്പ്, വന്ന ഉടായ്പല്ലേ, ആ ഉടായ്പ് ഒന്നുണ്ടല്ല ആടെ നടക്കൂല. പിന്നെ നമ്മളെ രവിചന്ദ്രൻ ഉണ്ടല്ല ശിഷ്യനെ വേണ്ടി എന്താ പറഞ്ഞതറിയാം? ആരിഫ് ഹുസൈൻ ഉണ്ടല്ല എതിർഭാഗത്ത് ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് ആകെ പേടിച്ചു പോയി പോലും. അങ്ങനെ പേടിച്ചത് കൊണ്ടാണ് പോലും ആരിഫ് ഹുസൈൻ ഉണ്ടല്ല അതിന്റെ ഉത്തരം കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത പോലും. ആരിഫ് ഹുസൈനേക്കാളും മന്ദബുദ്ധിയ ആരിഫ് ഹുസൈന്റെ ഗുരുവായ രവിചന്ദ്ര ആരിഫിന് ആദ്യം തന്നെ ഉണ്ടല്ല ആണ് ചോദ്യം ചോദിക്കാൻ സമയം കൊടുത്ത്. അതിനുശേഷം ഉണ്ടല്ല മറ്റേ ഡിബേറ്ററായ അദ്നാൻ റഷീദ് ഉണ്ടല്ല മറുചോദ്യം ഉണ്ടല്ല നിന്റെ ആരിഫിനോട് മറുചോദ്യവും തെളിവും ചോദിച്ചു. അതിനുശേഷം ഉണ്ടല്ല 15 മിനിറ്റ് ഉണ്ടല്ല നിന്റെ ശിഷ്യൻ ആർപി ഹുസൈൻ ഉണ്ടല്ല അവിടെ നിന്നിട്ട് തെളിവ് നോക്കിയിട്ടുണ്ടല്ല മെഴുകുന്നത് ലോകം മൊത്തം കണ്ട്. അതായത് നിന്റെ ശിഷ്യനായ ആർപി ഹുസൈൻ ഉണ്ടല്ല 15 മിനിറ്റ് തെളിവ് തപ്പുമ്പോഴല്ല ഓനിണ്ടല്ല ആരും ശല്യപ്പെടുത്തിയിട്ടില്ല. അവസാനം ഒരു രക്ഷയില്ലാതെ നിന്റെ ശിഷ്യനായ ആർപി ഹുസൈൻ ഉണ്ടല്ല അവസാനം ഒരു കടുകൈ പറഞ്ഞ്, അതായത് ഓന്റെ ഫോണിനുണ്ടല്ല റേഞ്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഡിബേറ്ററായ അദ്നാൻ റഷീദ് ഉണ്ടല്ല മൂപ്പറ ഫോൺ കൊടുത്തിട്ട് പറഞ്ഞ് നീ ഉണ്ടല്ല ഇതിൽ ചെക്ക് ചെയ്തോ, ഇതിൽ ഒരുപാട് റേഞ്ച് ഉണ്ടെന്ന്. അങ്ങനെ നിന്റെ ശിഷ്യനുണ്ടല്ല വീണ്ടും അവിടെ കിടന്ന് നാണം കെട്ടും എഴുകുന്നത് വീണ്ടും ലോകം മൊത്തം കണ്ട്. എന്നിട്ട് അങ്ങനെ നാണം കെട്ട നിന്റെ ശിഷ്യനുണ്ടല്ല ഇങ്ങനെ വന്നിട്ട് വീണ്ടും പൊക്കി പറഞ്ഞു നാണം കെടുത്താൻ വേണ്ടിട്ട് ഉളുപ്പില്ലേ
ഗുരുവേ. പിന്നെ നീണ്ടല്ല വേറൊരു പച്ചക്കള്ളം കൂടി പറഞ്ഞ് അവിടെ മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അക്രമം ഉണ്ടാവുമെന്ന്. അങ്ങനെ അവിടെ നിന്നുണ്ടല്ല മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചിട്ട് ആരെങ്കിലും അവിടെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു വീഡിയോ കാണിക്കണ്ട രവിചന്ദ്ര. ലണ്ടനിൽ നിന്ന് നാണം കെട്ട് കണ്ടം വഴി ഓടിയ സ്വന്തം ശിഷ്യനെ രക്ഷിക്കാൻ പറ്റി ഇമാതിരി അപരാധം ഉണ്ടല്ല, നാണവുമാല്ലാണ്ട് ഇമാതിരി അപരാധം പറയല്ല രവിചന്ദ്ര. എന്തായാലും നമുക്ക് രവിചന്ദ്രന്റെ അടുത്ത അപരാധം കൂടി കേട്ടിട്ട് വരാം. ഈ അഗ്രഷൻ കൊണ്ട് ആളുകളെ വിമർശകരെയെല്ലാം നിശബ്ദരാക്കാനായിട്ടുള്ള ശ്രമമാണ്. ഇത് പല രീതിയിൽ പലയിടങ്ങളിൽ നടക്കുന്നു എന്നേ ഉള്ളൂ. എന്തായാലും സംഗതിയൊക്കെ ഉള്ളതാണ്. ആരിഫ് ഹുസൈൻ പറഞ്ഞതിലൊന്നും ഒരു തെറ്റുമില്ല. സോഴ്സ് ഓക്കെ, ഖുറാനിലില്ല. ഖുറാനാണോ ഈ മതം റൺ ചെയ്യുന്നത് തന്നെ ബേസിക്കലി ഹദീസ് വെച്ചാണ്. പിന്നെ ഖുറാനും ഒട്ടും ഭേദമല്ല, അതിനകത്തും ഉണ്ട് എന്ന് തന്നെ ഇന്ന് പല ആളുകളും ഇൻഡയറക്റ്റ് ആയിട്ട് ഇതേ കാര്യം പറയുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നീ ആര് പറയുന്നതാണ് കേട്ടത് രവിചന്ദ്ര? നിന്റെ തന്ത പറയുന്നതാണോ നീ കേട്ടത്? നിന്റെ ശിഷ്യൻ ആർ പി ഹുസൈനെയും പോലെ ഉണ്ടല്ല ഇങ്ങനെ തന്തക്കും തള്ളക്കും തെറി വിളിക്കാൻ വേണ്ടി ഇത്ര ഇഷ്ടമുള്ള ആൾക്കാരുണ്ടല്ല ലോകത്ത് വേറെ ആരുമില്ല. രവിചന്ദ്ര നിനക്കൊക്കെ ഉണ്ടല്ല പിതാവിന്റെ കോളത്തിൽ ഒറ്റൊരാളെ ഉള്ളെങ്കിൽ ഏത് ഹദീസിലാണെന്ന് പറഞ്ഞെന്ന് ഒന്ന് കാണിച്ച. ഒരു തെളിവില്ലാതെ ഇങ്ങനെ പച്ചക്കള്ളം പറ്റി സ്വയം നാണം കളാൻ വേണ്ടി ഒരു ഉളുപ്പും നാണവുമാണ് നിനക്ക് ബാക്കിയില്ലാണ്ടായി പോയല്ലോ. നമുക്കിനി ലെവന്റെ അടുത്ത ഉളുപ്പില്ലായ്മ കൂടി കണ്ടിട്ട് വന്നാലോ? പിന്നെ ഇസ്ലാമിസ്റ്റുകൾ ഇരവാദം ഭീകരവാദം എന്തായാലും തക്കിയ നുണ അല്ല, അതൊരിക്കലും ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ നടന്നത് അതേപോലെ വസ്തുതാപരമായ എന്തെങ്കിലും ഇസ്ലാമിസ്റ്റുകൾ ദേ ആർ ടോട്ടലി ഇൻകേപ്പബിൾ ഓഫ് ടെല്ലിങ് ഈവൻ വാട്ട് ഐ സേ എ സിംഗിൾ പീസ് ഓഫ് ട്രൂത്ത് ഓർ ഫാക്ട്. നുണയുടെ മേൽ പടുത്തുയർത്തിരിക്കുന്ന സെറ്റപ്പ് അല്ല. എല്ലാ മതങ്ങളും അത് തന്നെ. ഇസ്ലാം പർട്ടിക്കുലർ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്ന ഇസ്ലാമാണ്. അപ്പം ആ നുണയുടെ തീവ്രതകൾ, വൈകാരികമായ തീവ്രത, അടിമത്തം അത് കൂടുതലായിരിക്കും. അതിന്റെ ഒരു ഇതായിട്ടായിരിക്കും അവരെവിടെങ്കിലും ഏതെങ്കിലും ഡിബേറ്റിൽ പോയിട്ട് അവർക്ക് തെറ്റുപറ്റിയതായിട്ടോ അല്ലെങ്കിൽ അവർ വിതിൻ ഇൻവേർട്ടർ തോറ്റതായിട്ടോ അവർ കരുതിയിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ, പ്രചരിപ്പിച്ചിട്ടുണ്ടോ? എല്ലാ രവിചന്ദ്ര മുസ്ലിങ്ങളുണ്ടല്ലോ അവർ തോക്കാതെ അവരെന്തിനാ തോൽവി സമ്മതിക്കുന്നത്? ഇനി നീയും നിന്റെ ശിഷ്യനായ ആർ പി ഹുസൈനും അറിയാതിരിക്കാൻ വേണ്ടി മുസ്ലിങ്ങളുണ്ടല്ല നിങ്ങളോട് തോൽവി സമ്മതിക്കുന്നതാണോ ഈ പറയുന്നത്? നീയൊക്കെ നോക്കുമ്പോ എന്ത് വാണമാണ് രവിചന്ദ്ര. ശിഷ്യനേക്കാളും വഴുക്കാണല്ലോ നീ. പിന്നെ നീ പറഞ്ഞു ഇരവാദം ഭീകരവാദം ഇതൊക്കെ മുസ്ലിങ്ങളാണെന്ന്. നീ സത്യം പറഞ്ഞാട്ടെ, ഇന്ത്യയിലുണ്ടല്ലോ ഭീകരവാദം നടത്തുന്നത് സത്യത്തിൽ ആരാണ്? സംഘികളാണ് ഇന്ത്യയിൽ ഭീകരവാദം നടത്തുന്നുള്ള സത്യം ഉണ്ടല്ല. ആ സത്യം തുറന്നു പറയാൻ വേണ്ടി നിനക്ക് ധൈര്യം ഉണ്ടാ, നിനക്ക് നട്ടലുണ്ടാ. നീ പറയില്ല, നീ ആ സത്യം തുറന്നു പറഞ്ഞാല് നിനക്ക് വരുന്ന ഫണ്ട് ഉണ്ടല്ല സംഖ്യയുടെ ഫണ്ട് അതങ്ങ് നിന്ന് പോകും. അങ്ങനെ സംഖ്യയുടെ ഫണ്ട് നിന്ന് പോകുന്നുണ്ട് നീ ആ സത്യം ഉണ്ടല്ല ചത്താലും ആ സത്യം തുറന്നു പറയില്ല. പിന്നെ നീ വേറൊരു കാര്യം കൂടി പറഞ്ഞു, മുസ്ലിങ്ങള് നുണയിൽ പടുത്തു വെച്ചതാണ് അവരുടെ മതം എന്ന്. എന്റെ രവിചന്ദ്ര, നിന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം ലോകത്ത് ഏറ്റവും വലിയ നുണ പറയുന്നത് നീയാണെന്ന്. അതുകൊണ്ട് നുണ പറയുന്ന കാര്യമുണ്ടല്ല വേറെ ആളെ തലയിലെടുത്ത് നീ അങ്ങനെ രക്ഷപ്പെടാൻ നിൽക്കണ്ട കേട്ടാ. ഇനി രവിചന്ദ്ര, ഇനി ഞാൻ നിന്നോട് കാര്യമായ കാര്യം പറട്ടെ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, നട്ടല് ധൈര്യം ഉണ്ടെങ്കില്ല നീ നേരെ ലണ്ടനിലേക്ക് വിട്. എന്നിട്ട് നിന്റെ ശിഷ്യൻ ആർ പി ഹുസൈനെ കണ്ട വഴി ഓടിച്ച അതിനാ റഷീദില്ലേ മൂപ്പരോടുണ്ടല്ല, മൂപ്പരോടങ്ങ് മുട്ട്. അതായത് നിന്റെ ശിഷ്യനായ ആർ പി ഹുസൈനെ തോപ്പിച്ച നിന്നെ ഞാൻ വിടിലോടാ അതിനാ റഷീദ് എന്ന് മറ്റ് മൂപ്പരോട് ഒരു 1.5 മുട്ടിലങ്ങ് മുട്ട്. എന്റെ രവിചന്ദ്ര, മൂപ്പറോടെങ്ങാനും നീ എങ്ങാനും ഡിബേറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ ശിഷ്യനുണ്ടല്ല, നിന്റെ ശിഷ്യൻ കണ്ടം വഴി ഓടിയ പോലെ ആയിരിക്കില്ല നീ ഓടുക. നീടില്ല തുണിയും മണിയും വരില്ലാതെ അവിടുന്ന് കണ്ടം വഴി ഓടും. ലണ്ടൻ സ്ക്വയറിൽ പോയിട്ട് ഡിബേറ്റ് നിന്നില്ലേ അങ്ങനെ നീ കണ്ടം വഴി ഓടുന്ന് നിനക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് നീടില്ല ഇതുവരെ അവിടെ പോയിട്ട് ഡിബേറ്റ് നടത്താത്തത്. പക്ഷെ ആ സത്യം ഉണ്ടല്ല, അവിടെ പോയ കണ്ടം വഴി ഓടുന്നുള്ള സത്യം ഉണ്ടല്ല നീ നിന്റെ ശിഷ്യനായ ആർ പി ഹുസൈൻ ഇല്ലേ ഓനോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് വലിയ ആളെ പോലെ സംഖ്യകളെ പറ്റിക്കാൻ വേണ്ടി മൂപ്പറുണ്ടല്ല ആരിഫ് ഹുസൈൻ നേരെ ലണ്ടനിലേക്ക് വെച്ച് പിടിപ്പിച്ചത്. എന്നാലും രവിചന്ദ്ര, നിന്റെ ശിഷ്യനല്ല ലണ്ടനിലേക്ക് ഹൂക്ക് വാങ്ങാൻ പോകുമ്പോൾ പോണ്ട ശിഷ്യാന്ന് ഒരു വാക്ക് നീ ആരോട് പറഞ്ഞില്ലല്ലോ. എന്നിട്ട് സ്വന്തം ശിഷ്യൻ ലണ്ടനിൽ പോയിട്ട് ഹൂക്ക് വാങ്ങി തളർന്ന് കിടക്കുമ്പോ ഇപ്പൊ വന്നൊരു ശിഷ്യനെ ന്യായീകരിക്കുന്നു. രവിചന്ദ്ര, നീ കണ്ടില്ല നിന്റെ ശിഷ്യനെ ഇങ്ങനെ ന്യായീകരിച്ച് വീണ്ടും നാണം കെടുത്തല്ല കേട്ടോ. അപ്പോഴെന്തായാലും ചെങ്കിസ് ഖാനിലെ ഗാനം കണ്ടിട്ട് ചെങ്കിസ് ഖാൻ മുസ്ലിമാണെന്ന് വെച്ചിട്ട് മുസ്ലിങ്ങളെ മൊത്തം കുറ്റം പറഞ്ഞ നമ്മുടെ ഭൂലോക മരവണ്ണൻ രവിചന്ദ്രനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.